ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഈ അൺസർട്ടനിറ്റി? അല്ലെങ്കിൽ അൺസർട്ടനിറ്റി മീൻസ് ഒന്നുമില്ല, എറർ ഇൻ മെഷർമെന്റ്സ്. സോ ഈ എറർ ഇൻ മെഷർമെന്റ്സ് നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ അത് ഇന്നേറ്റ് ആയിട്ട് ഒരു അൺസർട്ടനിറ്റി എപ്പോഴും നിലനിൽക്കും. പൊസിഷനും മൊമെന്റവും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തായാലും ഒരു എറർ നിലനിൽക്കും. സോ അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. പൊസിഷനും മൊമെന്റവും തമ്മിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, എനർജിയും ടൈമും തമ്മിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, ആംഗിളും ആംഗുലാർ മൊമെന്റവും തമ്മിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ഓർ എച്ച് ബൈ 4π. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ എങ്ങനെ അത് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ചെറിയൊരു വേവ്, ഒരു വേവ് പൾസ് കൺസിഡർ ചെയ്യുക. ഒരു വേവ് പൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ വേവ് പൾസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ വേവ് പൾസ് ഒരു പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേവ് പൾസാന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊസിഷനിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ലാംഡ ആയിരിക്കും. പൊസിഷനിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ലാംഡ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് ആ പാർട്ടിക്കിൾ കിടക്കുന്നത്. സോ ഈ ലാംഡ നമുക്കറിയാം ഇതിൻ്റെ വേവ് ലെങ്ത്, ഒരു വേവിൻ്റെ ലെങ്ത്. സോ അൺസർട്ടനിറ്റി വളരെ ചെറുതാണ്, കാരണം ഒരു പൾസ് മാത്രമേ ഉള്ളൂ. സോ പൊസിഷനിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി വളരെ കുറവാണ്. ബട്ട് അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി എത്രയായിരിക്കും? കാരണം ഇതൊരു ഒരുപാട് ഇൻഫിനിറ്റ്, ഒരു പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് വേവ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ വേവ്സ് ഇൻഫിനിറ്റ്ലി എക്സ്റ്റെൻഡഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഒരൊറ്റ വേവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അൺസർട്ടനിറ്റി ഇൻ വേവ് ലെങ്ത്തും ലാംഡ ആയിരിക്കും. പക്ഷെ ഒരൊറ്റ വേവിന്റെ ലെങ്ത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ എറർ, നമ്മളിപ്പം മെഷർ ചെയ്ത എറർ ലാർജ് ആയിരിക്കും. ഈ മെഷർ ചെയ്തത് വളരെ ലാർജ് എറർ ആയിരിക്കും. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡ എനിക്ക് അപ്രോക്സിമേറ്റ്ലി ലാംഡ സ്ക്വയർ എന്നെഴുതാം. ഇനി ഞാൻ രണ്ടാമത് കൺസിഡർ ചെയ്യുന്നു മറ്റൊരു വേവ്, ഒരു വലിയ വേവ് പൾസ്, ഇൻഫിനിറ്റ് എക്സ്റ്റൻഷനുള്ള ഒരു വേവ് പൾസ്, വലിയൊരു വേവ് പൾസ്. ഓക്കെ, ഇതൊരു വലിയ വേവ് പൾസ്. അപ്പം ഇതിന്റെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്, ഡെൽറ്റ എക്സ് പൊസിഷൻ എവിടെയായിരിക്കും? ഇതിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത വേവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഡെൽറ്റ എക്സ് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി എൻ വേവ്സ് ഉണ്ടെങ്കിൽ, ഇതിൽ എൻ വേവ്സ് ഉണ്ടെങ്കിൽ ഇത് എൻ ലാംഡയായിരിക്കും. എന്ത്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. അത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ വളരെ ലാർജ് ആണ്. ഇവിടെ നമുക്ക് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ പാർട്ടിക്കിൾ ഇവിടെ എവിടെയോ ഉണ്ടാവും. സോ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ കേസിൽ വന്നപ്പോഴോ ഈ ഭാഗത്ത് എവിടെയോ ആണ് ഈ പാർട്ടിക്കിൾ. സോ അൺസർട്ടനിറ്റി, എറർ ഇൻ മെഷർമെന്റ് ഓഫ് പൊസിഷൻ ഈസ് വെരി ലാർജ്. പക്ഷേ ഇവിടെ വേവ് ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അൺസർട്ടനിറ്റി ഇൻ മെഷർമെന്റ് ഓഫ് വേവ് ലെങ്ത് എന്തായിരിക്കും? നമുക്ക് ഓരോ ലാംഡയെയും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് എറർ ഇത്രേ കിട്ടുള്ളൂ, ലാംഡ ബൈ n. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡ വിൽ ബി ഓഫ് ദി ഓർഡർ ലാംഡ സ്ക്വയർ. രണ്ട് കേസിലും ലാംഡ സ്ക്വയർ ആണ് എറർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി പൊസിഷൻ വേവ് ലെങ്ത് അൺസർട്ടനിറ്റി റിലേഷൻ. ഇതിനെയാണ് പൊസിഷൻ വേവ് ലെങ്ത് അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ വേവ് നമ്പറുമായിട്ട് ഇതിനെ അസോസിയേറ്റ് ചെയ്യാൻ പോകും. വേവ് നമ്പർ എന്താ? വേവ് നമ്പർ ഇസ് ഈക്വൽ ടു 2π ബൈ ലാംഡ. അങ്ങനെയാണെങ്കിൽ ഇഫ് ഡെൽറ്റ ലാംഡയാണ് അൺസർട്ടനിറ്റി ഇൻ, ഇഫ് ഡെൽറ്റ ലാംഡ ഇസ് ദി അൺസർട്ടനിറ്റി ഇൻ വേവ് ലെങ്ത്, അങ്ങനെയാണെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ വേവ് നമ്പർ എന്തായിരിക്കും? അൺസർട്ടനിറ്റി ഇൻ വേവ് നമ്പർ എങ്ങനെ വരും? ഡെൽറ്റ ലാംഡ ആണെങ്കിൽ 2π ബൈ ഡെൽറ്റ ലാംഡ ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ.
അല്ല, ഒരിക്കലും അല്ല, ഇങ്ങനെ വരില്ല. ഇഫ് ഡെൽറ്റ ലാംഡ ഇസ് 0, അൺസർട്ടനിറ്റി ഇൻ വേവ് ലെങ്ത് 0 ആണെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ വേവ് നമ്പർ ഇൻഫിനിറ്റ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ എറർ വളരെ ലാർജ് ആയിരിക്കും. ഡെൽറ്റ ലാംഡ 0 ആണെങ്കിൽ ഡെൽറ്റ കെ ഇൻഫിനിറ്റ് ആയിരിക്കും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. നമുക്ക് വേവ് ലെങ്ത് നമ്മൾ പ്രിസൈസ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ വേവ് നമ്പർ ഒന്ന് നമുക്ക് പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് ഇങ്ങനെയല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും ആലോചിച്ചേ. കെ is equal to 2 pi by lambda. K is equal to 2 pi by lambda. K is equal to 2 pi by lambda. അപ്പൊ നമ്മൾ ഇതിന്റെ ഡിഫറൻഷ്യൽ എടുക്കണം. ഡെൽറ്റ കെ ഓർ ഡി കെ is equal to 2 pi by lambda square minus 1 by lambda square into delta lambda or delta k is equal to ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി 2 pi by ഡെൽറ്റ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ലാംഡ ഓർ ഡെൽറ്റ ലാംഡ എനിക്ക് കിട്ടും ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ കെ ബൈ 2 പൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ കെ ബൈ 2 പൈ. ഇതാണ് റിലേഷൻ. ഇനി ഞാൻ ഇത് നമുക്ക് നേരത്തെ റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡ ഈസ് അപ്രോക്സിമേറ്റ്ലി ലാംഡ സ്ക്വയർ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ലാംഡയ്ക്ക് പകരം ഞാൻ കൊടുക്കുന്നു ഡെൽറ്റ എക്സ് ഇൻറ്റു ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ കെ ബൈ 2 പൈ approximately or is of the order lambda square കട്ട് ചെയ്തു or delta x into delta k is of the order 2 pi എന്ന് നമുക്ക് കിട്ടും. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ കെ is of the order 2 pi. 2 pi എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വലിയ ഓർഡറിലേക്കൊക്കെയാണ് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 100, 1000, 10⁻6, 10⁵5 അല്ലെങ്കിൽ 10⁻⁻6 അങ്ങനെ ഫ്രാക്ഷണൽ ആയിട്ട്. ഈ 2 പൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.28 അല്ലേ? ഓഫ് ദി ഓർഡർ 1 നമുക്ക് ഏകദേശം ഓഫ് ദി ഓർഡർ 1 എന്ന് കൊടുക്കാം. ഓഫ് ദി ഓർഡർ 10 ഒന്നും കൊടുക്കണ്ട. ഓഫ് ദി ഓർഡർ 1. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ കെ ഓഫ് ദി ഓർഡർ 1. നമുക്കറിയാം ഡെൽറ്റ പി ഓർ ഓക്കെ നമുക്കറിയാം P is equal to H cut K. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എന്താ? ഡെൽറ്റ പി is equal to H cut into ഡെൽറ്റ കെ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ കെക്ക് റിലേഷൻ കിട്ടി. ഡെൽറ്റ കെ is equal to ഡെൽറ്റ പി എക്സ് എന്നാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ എക്സ് ഡയറക്ഷനിലുള്ള അൺസർട്ടനിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെൽറ്റ കെ is equal to ഡെൽറ്റ പി എക്സ് ബൈ എച്ച് കട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ റിലേഷൻ ഉണ്ട്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ കെ ഈസ് ഓഫ് ദി ഓർഡർ 1 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ കെക്ക് പകരം ഡെൽറ്റ പി എക്സ് ബൈ എച്ച് കട്ട് is of the order 1 or എനിക്ക് കിട്ടി delta x into delta px is of the order h cut. ഇതാണ് momentum position uncertainty relation. Okay, this is known as momentum position uncertainty relation. അപ്പോൾ ഈ വാല്യൂ എപ്പോഴും ഈ RHSലുള്ള ഈ വാല്യൂ എപ്പോഴും രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് നമ്മൾ എങ്ങനെ എററിനെ ഡിഫൈൻ ചെയ്യുന്നു എന്നനുസരിച്ച് വരും. അപ്പോൾ എററിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, പിന്നെ ഏത് ടൈപ്പ് വേവ് പാക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ള അനുസരിച്ച്. ഇപ്പോൾ ഒരു പാർട്ടിക്കിളിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വേവ് ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് അത് വേവ് മെക്കാനിക്സ് എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും. അപ്പം നമ്മൾ ഈ വേവ് ഫംഗ്ഷൻ ഇപ്പം നമ്മുടെ വേവ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ഇഫ് വേവ് ഫംഗ്ഷൻ യൂസ്ഡ് ഈസ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പറയും. വേവ് ഫംഗ്ഷൻ യൂസ്ഡ് ഈസ് ഗോസിയൻ വേവ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഒക്കെ വേവ് ഫംഗ്ഷൻ ഗോസിയൻ ആണ്. ഗോസിയൻ വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ആയിരിക്കും. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഇസ് എച്ച് കട്ട് ബൈ 2 ആയിരിക്കും. അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ കെ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇതായിരിക്കും ഏറ്റവും മിനിമം. ബാക്കി എല്ലാ വേവ് പാക്കറ്റുകളും അല്ലെങ്കിൽ ബാക്കി എല്ലാ വേവ് ഫംഗ്ഷനുകളും വാല്യൂ 1/2 കൂടുതലായിരിക്കും. ആൾ അതേഴ്സ് എന്തായിരിക്കും?
delta x into delta px for all other wave functions, for all other wave packets or wave functions എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എച്ച് കട്ട് ബൈ ടു ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ അൺസർട്ടനിറ്റി റിലേഷനെ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം: ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ ടു. ഓക്കെ, എച്ച് കട്ട് ബൈ ടു ഈക്വൽ ആകുന്നത് ആർക്ക് മാത്രമാണ്? ഗോസിയൻ വേവ് പാക്കറ്റിന് മാത്രമാണ്. ഓക്കെ, അപ്പം ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്കിവിടെ സ്റ്റേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് impossible to measure together or simultaneously the exact position and momentum of a particle moving in any direction and its exact momentum along the same direction so there is always an error or uncertainty in the measurement of both position and momentum. സോ ഇത് എപ്പോഴും അൺസർട്ടനിറ്റി നിലനിൽക്കും. ഓർ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് എന്തായിരിക്കും? എച്ച് കട്ട് ബൈ ടു ആയിരിക്കും. എച്ച് കട്ട് ബൈ ടുവിനേക്കാൾ കൂടുതലായിട്ട് ഒരു എറർ അവിടെ നിലനിൽക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് നോക്കാം. പൊസിഷൻ ആൻഡ് മൊമെന്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എനി ഡയറക്ഷൻ ആൻഡ് ഇറ്റ്സ് എക്സാക്ട് മൊമെന്റ് അലോങ് ദി സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി വൈ ആണെങ്കിൽ അവിടെ അൺസർട്ടനിറ്റി ഇല്ല. നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. ഓർ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി സെഡ് ആണെങ്കിൽ അവിടെ അൺസർട്ടനിറ്റി ഇല്ല. ഓർ ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി എക്സ് ആണെങ്കിൽ ഡെൽറ്റ വൈ ഇൻറ്റു ഡെൽറ്റ പി എക്സ് ആണെങ്കിൽ അവിടെ അൺസർട്ടനിറ്റി ഇല്ല. അൺസർട്ടനിറ്റി എപ്പോഴും എക്സ് പി എക്സ് ഓർ വൈ പി വൈ ഓർ സെഡ് പി സെഡ് ഇതിലെ അൺസർട്ടനിറ്റി ഉള്ളൂ. സോ ഇതിനെയാണ് നമ്മൾ കാനോനിക്കലി കോൺജുഗേറ്റ് പെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാനോനിക്കലി കോൺജുഗേറ്റ് പെയറിൽ മാത്രമല്ല കേട്ടോ അൺസർട്ടനിറ്റി റിലേഷൻ നിലനിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് ചെയ്യാം അത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ രണ്ട് അൺസർട്ടനിറ്റി റിലേഷൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ. ആദ്യം പൊസിഷൻ മൊമെന്റ് ആയിരുന്നു, ഇനി എനർജി ടൈം അൺസർട്ടനിറ്റി റിലേഷൻ. നമ്മൾ റിലേഷൻ അതും സെയിം രീതി തന്നെ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടോ is greater than or equal to h cut by 2. ഓക്കെ, ഇതിന്റെ ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ഇവിടെ എനർജിയും ടൈമും കാനോനിക്കലി കോൺജുഗേറ്റ് പെയർസ് ആണ്. എനർജി ആൻഡ് ടൈം ആർ കാനോനിക്കൽ കോൺജുഗേറ്റ് പെയർസ്. ഓക്കെ, ഇനി ഒരാളും കൂടി നമുക്ക് പറയാനുണ്ട്. ആംഗുലാർ മൊമെന്റം അൺസർട്ടനിറ്റി. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ആംഗുലാർ മൊമെന്റ് അൺസർട്ടനിറ്റി. ഓക്കെ,
ആംഗിൾ, ആംഗുലാർ മൊമെന്റം, അൺസർട്ടനിറ്റി. ഓക്കെ. Delta L is the angular momentum and delta phi is the angle. So that is greater than or equal to h cut by 2. നമുക്ക് ഉദാഹരണമായിട്ട് നോക്കാം. ഡെൽറ്റ എൽ സെഡ് എന്നാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് ആക്സിസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ സെഡ് ആക്സിസിന് ഈ എക്സ് വൈ പ്ലെയിനിൽ കറങ്ങുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ഫൈ എന്ന് വിളിച്ചത്. ഫൈ അല്ലേ? ആ ഫൈ ഏത് ആക്സിസിന് അക്രോസ് ആയിട്ടാണ് കറങ്ങുന്നത്? ആ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ ഏത് ആക്സിസിന് അക്രോസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഫൈ ഏത് ആക്സിസിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഏത് ആക്സിസിന് പെർപെൻഡിക്കുലർ, മനസ്സിലായില്ലേ? എക്സ് വൈ പ്ലെയിനിലാണ് ഫൈ കിടക്കുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെഡ്. സോ ഡെൽറ്റ എൽ സെഡ് ഇൻറ്റു ഡെൽറ്റ ഫൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2. ഇങ്ങനെ നമുക്ക് പറയാൻ സ്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദിസ് ഈസ് ദി തേർഡ് അൺസർട്ടനിറ്റി റിലേഷൻ. ഇനി നമുക്ക് അടുത്തത് കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, ഒന്ന്, എന്തുകൊണ്ട് ഇലക്ട്രോൺസിന് ഇത് ജാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല. വൈ ഇലക്ട്രോൺസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻസൈഡ് ദി ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? അതിൻ്റെ പ്രൂഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇലക്ട്രോൺസിന് എന്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ, ക്യാൻ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ഇൻസൈഡ് എ ന്യൂക്ലിയസ്? ഒരു ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇലക്ട്രോൺസിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കറിയാം ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ആവറേജ്, ഒരു ന്യൂക്ലിയസിൻ്റെ സൈസ് എത്ര? സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് 10⁻⁻14 മീറ്റർ. 10⁻⁻14 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ ആറ്റത്തിന് ചുറ്റും ഇത് നോക്കിയേ, ഇതാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺസിന് സെൻറ്റർ മുതൽ ഇവിടെ വരെ ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എത്രയാണ്? ഡെൽറ്റ എക്സ്. ആ ഡെൽറ്റ എക്സ് എത്രയായിരിക്കും? 0.5 ഇൻറ്റു 10⁻⁻14 മീറ്റർ ആയിരിക്കും. 0.5 ഇൻറ്റു 10⁻⁻14 മീറ്റർ ആയിരിക്കും. അഥവാ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ, ഓർ ഇതിനെ എനിക്ക് എഴുതാം 5 ഫെംറ്റോമീറ്റർ എന്ന് എഴുതാം, 5 ഫെംറ്റോമീറ്റർ എന്ന് എഴുതാം. ഡെൽറ്റ എക്സിനെ 5 ഫെംറ്റോമീറ്റർ എന്ന് എഴുതാം. എനിക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്താണ്? ഡെൽറ്റ പി എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ഓർ എച്ച് കട്ട് ബൈ 2 അല്ലേ? ഇനി ഡെൽറ്റ പി എക്സ് അപ്പം എത്ര വരും? ഡെൽറ്റ പി എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ഡെൽറ്റ എക്സ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ എനർജി കാണണമെങ്കിൽ എനർജി നമ്മൾ ഇതിൻ്റെ എനർജി മെഷർ ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ ഡെൽറ്റ പി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് എച്ച് കട്ട് ബൈ 2 ഡെൽറ്റ എക്സ്. ഈ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആണ് മിനിമം മൊമെന്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എറർ എത്രയാണോ അതായിരിക്കും മിനിമം മൊമെന്റം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വെയിറ്റ് മെഷർ ചെയ്തതിൽ ഒരു മില്ലിഗ്രാം ആണ് മിനിമം എറർ കിട്ടിയത് മില്ലിഗ്രാമിലാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിഗ്രാമിലായിരിക്കും. സപ്പോസ് നമുക്കിപ്പോൾ എറർ കിട്ടിയത് മില്ലിഗ്രാമിലും, മിനിമം 1 കിലോഗ്രാം ആവില്ലല്ലോ. എറർ കിട്ടിയത് മില്ലിഗ്രാമിലാണെങ്കിൽ മിനിമം എന്തായിരിക്കും? മില്ലിഗ്രാമിൽ തന്നെയായിരിക്കും. സോ എറർ കിട്ടിയത് ഇവിടെ ഡെൽറ്റ പി ആണ്. സോ പി മിനിമം എന്തായിരിക്കും? ഡെൽറ്റ പി ആയിരിക്കും. സോ പി മിനിമം എനിക്ക് എഴുതാം, പി മിനിമം ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ഡെൽറ്റ എക്സ്, ഓർ പി സി മിനിമം എനർജി ഇസ് ഈക്വൽ ടു പി സി. പി സി മിനിമം ഇസ് ഈക്വൽ ടു എച്ച് കട്ട് സി ബൈ മൊമെന്റം ഇൻറ്റു സി ആണ് എനർജി. എച്ച് കട്ട് സി ബൈ 2 ഡെൽറ്റ എക്സ്. എച്ച് കട്ട് സി എന്ന് പറഞ്ഞാൽ 197 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫെംറ്റോമീറ്റർ ആണ്. ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, യൂണിവേഴ്സിറ്റി എക്സാമിന് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. 2 ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫെംറ്റോമീറ്റർ 5 ഫെംറ്റോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ഡെൽറ്റ എക്സ് എത്രയാണ്? 10 ഫെംറ്റോമീറ്റർ. അപ്പോൾ ഫെംറ്റോമീറ്റർ കട്ടായി. സോ 19.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് പി സി കിട്ടിയിരിക്കുന്നത്. പി സി
എന്തിനാണ് ഞാൻ പി സി കാൽക്കുലേറ്റ് ചെയ്തത്? പി സി ആണോ എനർജി? അതാണ് ചോദ്യം. ഫോട്ടോൺ ആണെങ്കിൽ എനർജി പി സി ആണ്. നമ്മൾ റിലേറ്റിവിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് എ മൂവിങ് പാർട്ടിക്കിൾ. ഇത് റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണ്. ഇത് ഇലക്ട്രോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണ്. സോ എനർജി നമ്മൾ എഴുതേണ്ടത് എനർജി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സീറോ സ്ക്വയർ സി റൈസ് ടു 4 ഓർ എനർജി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് പി സി ആണ്. ടോട്ടൽ എനർജി മൈനസ് എം സീറോ സി സ്ക്വയർ റെസ്റ്റ് മാസ് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എം സീറോ സി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജീനെ എനിക്ക് എഴുതാം പി സി ദി ഹോൾ സ്ക്വയർ പ്ലസ് എം സീറോ സി സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് എം സീറോ സി സ്ക്വയർ ഇങ്ങനെ എഴുതാം. ടോട്ടൽ എനർജി കൈനറ്റിക് എനർജീനെ എനിക്ക് ഇങ്ങനെ എഴുതാം. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ എം സീറോ സി സ്ക്വയർ എന്തായിരിക്കും? ഇൻ കേസ് ഓഫ് ഇലക്ട്രോണിന്റെ റെസ്റ്റ് മാസ് എനർജി എത്രയാ? 0.0511 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. പക്ഷേ പി സി നമുക്ക് എത്ര കിട്ടിയത്? പി സി നമുക്ക് കിട്ടിയത് 19.7 മെഗാ ഇലക്ട്രോൺ വോൾട്ടാ. അങ്ങനെയാകുമ്പം ഇതിനെ സ്ക്വയർ ചെയ്താൽ പി സിനെ സ്ക്വയർ ചെയ്താൽ വലിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനെ സ്ക്വയർ ചെയ്താൽ വീണ്ടും ചെറിയൊരു വാല്യൂ കിട്ടുന്നത്. കാരണം എന്താ? 1നേക്കാൾ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പി സി ഹോൾ സ്ക്വയർ പ്ലസ് എം സീറോ സി സ്ക്വയർ ഹോൾ സ്ക്വയർ ഇല്ലേ, ഇതിനെ നമുക്ക് അങ്ങ് നെഗ്ലക്ട് ചെയ്യാം. ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? പി സി ഓർ പി സി മൈനസ് എം സീറോ സി സ്ക്വയർ ആയിട്ട് മാറും നമ്മളെ ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പി സി മൈനസ് എം സീറോ സി സ്ക്വയർ ആയിട്ട് മാറും ഓർ പി സി മൈനസ് എം സീറോ സി സ്ക്വയർ ആയിട്ട് മാറും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി സി മൈനസ് എം സീറോ സി സ്ക്വയർ, പി സി എത്രയാ? 19.7 മൈനസ് എം സീറോ സി സ്ക്വയർ എത്രയാ? 0.511 എത്ര വരും? 19.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അകത്ത് ഉണ്ടാവണമെങ്കിൽ എത്ര എനർജി വേണം? 19.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം. അതുകൊണ്ട് ഇത്രയും എനർജി ഉള്ള ഇലക്ട്രോണിന്റെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അഥവാ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അകത്തുണ്ടെങ്കിൽ ഇത്രയും എനർജി ഉണ്ടാവും. അത്രയും എനർജി എന്തായാലും ന്യൂക്ലിയസിന്റെ അകത്തുനിന്ന് ഇല്ല. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇലക്ട്രോൺസ് ബീറ്റ ഡി കെ കാരണം ഇലക്ട്രോൺസ് പുറത്ത് വരുന്നുണ്ട്. ബീറ്റ ഡി കെ കാരണം ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എവിടെ നിന്ന് ഉണ്ടായി വരുന്നതാണ്? പക്ഷെ ആ ഇലക്ട്രോൺസിന്റെ എനർജി നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടോ അല്ലെങ്കിൽ അതിന് താഴെയോ ആണ് അതിന്റെ എനർജി. അതുകൊണ്ട് ആ ഇലക്ട്രോൺ ഒരു ഇൻസ്റ്റന്റിൽ രൂപപ്പെടുന്ന ഇലക്ട്രോൺസ് ആണ്. നമുക്കറിയാം ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ബീറ്റ ഡി കെയിൽ സംഭവിക്കുന്നത്. ഒരു ന്യൂട്രോൺ ഒരു ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ബീറ്റ ഡി കെയിൽ സംഭവിക്കുന്നത്. സോ ഇലക്ട്രോൺസിന് ഒരിക്കലും ന്യൂക്ലിയസിന്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ അൺസർട്ടനിറ്റി റിലേഷൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ദ അൺസർട്ടനിറ്റി മെഷർമെന്റ് ഓഫ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m confined to move in one dimension at a time is given by delta p is equal to root of m h cut by 2t. Where p is the moment of the particle, which of the following values can be a possible uncertainty in measurements of the position x at the same time t? അപ്പോൾ നമുക്ക് ഡെൽറ്റ പി തന്നിട്ടുണ്ട്, ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ജസ്റ്റ് ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എച്ച് കട്ട് ബൈ 2 ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2. അപ്പോൾ ഡെൽറ്റ പി നമുക്കറിയാം, നമുക്ക് ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ഇൻറ്റു ഡെൽറ്റ പി. അതെന്ത് വരും? ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ബൈ 2 ഇൻറ്റു ഡെൽറ്റ പി. ഡെൽറ്റ പി എത്രയാ ഒന്ന് പറഞ്ഞേ? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം എച്ച് കട്ട് ബൈ 2t. Okay. Delta x is equal to h cut by 2 into എന്തായിരുന്നു? ഓക്കെ, റൂട്ട് എം എച്ച് കട്ട് ബൈ 2t അല്ലേ? സോ മേലുള്ള റൂട്ട് 2 അടിയത്തെ 2 കട്ടായി, ഇത്
2 ഉള്ളിലേക്ക് വരും, √2 ഉള്ളിലേക്ക് വരും. അതായത് മേലുള്ള h കട്ട് കട്ടായി. സോ ഡെൽറ്റ എക്സ് ക്യാൻ ബി √h(t/2m) h(t/2m) ഉണ്ടോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ബട്ട് നമുക്കറിയാം ഡെൽറ്റ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h(t/2m). പക്ഷെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിനേക്കാൾ വലിയൊരു വാല്യൂ ആണ് h(t/m). h(t/m). സോ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് കറക്റ്റ് ആൻസർ, വിച്ച് ഈസ് സോ h(t/m) is greater than h(t/2m). ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും IAC എൻട്രൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. IAC integrated PhD entrance examination question ആണ്. So a particle of mass m is confined to move in one dimension and it is prepared such that the uncertainty in the measurement of its momentum at time t after it is released from the source is given by delta p is equal to √(mh)(2t), where p is the momentum of the particle. An experimentalist has a device which can detect the particle only if the uncertainty in the position of the particle delta x is less than or equal to √(h)(τ/m), where τ is the time scale of the device. What is the maximum time beyond which it is impossible to detect the particle with the experimentalist device? അപ്പോൾ മാക്സിമം ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നും കൂടി വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. നമുക്ക് നോക്കാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h(2) നമുക്കറിയാം. ഓർ ഡെൽറ്റ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h(2) ഇൻറ്റു ഡെൽറ്റ പി. ഇവിടെ ഡെൽറ്റ പി എന്താ? ഡെൽറ്റ പി ഇസ് √(mh)(2t). സോ h(2) ഇൻറ്റു √(mh)(2t) മേലോട്ടെടുത്തു. അപ്പൊ ഇതെന്ത് വരും? ഡെൽറ്റ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ h(t)/2m. ഓക്കെ, ഇവിടെ ഡെൽറ്റ എക്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സിന്റെ വാല്യൂ എന്താ? ലെസ് ദാൻ h(τ/t). അപ്പൊ ഇതായിരിക്കും ഡെൽറ്റ എക്സ് നമുക്ക് കിട്ടുന്നത്. അപ്രോക്സിമേറ്റ്ലി ഞാൻ ഡെൽറ്റ എക്സിനെ √(t)(h)(2m) എന്ന് എഴുതുന്നു. ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും? ഇവിടെ h(τ/m). സോ ടി വിൽ ബി, ഇതിൽ നിന്ന് നമുക്ക് സ്ക്വയർ ചെയ്യാം. h കട്ടാവും, m കട്ടാവും. സോ t/2 is less than or equal to τ or t is less than or equal to 2τ. സോ t 2τയ്ക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. അപ്പം മാക്സിമം എത്രയാ? t is equal to 2τ. സോ ആൻസർ ഏതാ? 2τ, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ന്യൂക്ലിയസ് ഹാസ് എ സൈസ് ഓഫ് 10⁻15 in consider an electron bound with a nucleus. The estimated energy of this electron is the order of. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി, ഓർഡർ മാത്രമാണ് പറഞ്ഞത്. സോ ദറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി h എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓർ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ h(ഡെൽറ്റ എക്സ്). എത്രയാ വരിക? h എന്ന് പറയുമ്പോൾ ഓഫ് ദി ഓർഡർ 10⁻34 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എത്രയാ? ന്യൂക്ലിയർ സൈസ് 10⁻15. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെൽറ്റ പിന്റെ ഓർഡർ ഏകദേശം നമുക്ക് കിട്ടി. ഇതെത്ര വരും? 10⁻19 ആണോ? അല്ല, 15 ബാക്കി 15 4 19 10⁻19. ഓക്കെ, ഓർഡർ. ഇനി എനർജി എന്താ? എനർജി ഈസ് ഈക്വൽ ടു p²/2m. ഓക്കെ, p² എത്രയാ? ഡെൽറ്റ പി 10⁻90 ആണ്. സോ ഡെൽറ്റ p² എന്താ? 10⁻90 - 38/2 ഇൻറ്റു
എം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ എത്ര ഓർഡർ 10⁻31. സോ ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ 10⁻⁻7 10⁻⁻7 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ട്. ഓർ ഇത് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇത് h/2 തന്നെ എടുത്താൽ ഓക്കെ 10⁻31 ഓക്കെ 10⁻31ഉം 10⁻⁻7 ഓക്കെ